തെരഞ്ഞെടുപ്പ് കാലമാണ്. നമുക്കറിയാം രാഷ്ട്രീയ പാർട്ടികൾ ഫണ്ടിൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ തെരുവിൽ കണ്ടാണ്. ഇപ്പോൾ പക്ഷേ ബോബി ചെമ്മണ്ണൂർ മറ്റ് വ്യത്യസ്തമായ ഒരു ആശയത്തിന് വേണ്ടി ആവശ്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഭിക്ഷയായി തെരുവ്. എന്താണ് ഇത്തരമൊരു ഉദ്യമത്തിന് വേണ്ടി? ഇത് ജാതിമത ഭേദങ്ങൾക്ക് അപ്പുറം രാഷ്ട്രീയ ഭേദമന്യേ ഉള്ളൊരു പിരിവാണ്. എനിക്ക് പ്രത്യേക ജാതിയോ മതമില്ല. എന്റെ ജാതി മനുഷ്യജാതി, മതം സ്നേഹമതം പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവരും ഇതിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യണം. 18 വർഷമായി ഒരു നിരപരാധി സൗദി ജയിലിൽ കഴിയുകയാണ്. ഈ മാസം 16-ാം തീയതി അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രിക്കും മിസ്റ്റർ സുരേഷ് ഗോപിക്കും മുരളീധരൻ മന്ത്രിക്കുമൊക്കെ നമ്മൾ ഇതിന്റെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 16-ാം തീയതി എന്നുള്ളത് നീട്ടിക്കിട്ടാൻ വേണ്ടി ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ എല്ലാ ജില്ലകളിലൂടെയും യാചിക്കുകയാണ്. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് 1 കോടി കൊടുക്കുകയും മറ്റ് 4 കോടി രൂപ പിരിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി ബാക്കി 30 കോടി രൂപയ്ക്ക് വേണ്ടിയാണുള്ള ഈ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. എല്ലാവരും ഇതിനു വേണ്ടുന്ന സഹായം ചെയ്യണം. സമാഹരിക്കാൻ യാചകയാത്ര എന്നൊരു ആശയത്തിലേക്ക് പോകുന്ന കാര്യം യാചിക്കുകയാണ് തികച്ചും. അപ്പൊ തെണ്ടാന്ന് പറയുന്നതിലും കുറച്ചുകൂടെ ഭംഗി യാചകയാണ്. അപ്പൊ അതുകൊണ്ട് രീതി സ്വീകരിക്കാനുള്ള കാരണം എന്താണ്? എല്ലാവരുടെയും ഒരു പാർട്ടിസിപ്പേഷൻ. കാരണം ഇത്ര വലിയൊരു എമൗണ്ട് ഇങ്ങനെ വരാറില്ല. സാധാരണ 1 കോടി 2 കോടി അങ്ങനെ പലതും ചെയ്യാറുണ്ട്. ഒരു വ്യക്തിക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷെ ഇതൊരു വലിയ എമൗണ്ട് ആയതുകൊണ്ട് ആരും തന്നെ ഒറ്റയ്ക്ക് കൊടുക്കാൻ മുമ്പോട്ട് വന്നില്ല. എന്നതുകൊണ്ട് ഞാൻ ആലോചിച്ചപ്പോ ബോച്ചെ ഫാൻസ് ഇറങ്ങി, മറ്റ് സംഘടനകളും എല്ലാവരും ചേർന്ന് പിരിച്ചാൽ പലതുള്ളി പെരുവെള്ളം ഒരു 10 രൂപ വെച്ച് മലയാളികൾ എടുത്താൽ 3.5 കോടി ജനങ്ങളുണ്ട്. 35 കോടി രൂപയാകും. എല്ലാവരും ഒന്ന് കൈയഴിഞ്ഞ് സഹായിച്ചാൽ. കേരളം മുഴുവൻ ഇങ്ങനെ പോകാനാണ് അല്ലെങ്കിൽ കേരളം മുഴുവൻ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് തുടങ്ങി എല്ലായിടത്തും കയറി യാചിക്കാനുള്ള പരിപാടിയാണ്. വിജയിക്കുന്നുള്ള പ്രതീക്ഷ ഉണ്ടോ ഇത്? തീർച്ചയായിട്ടും വിജയിക്കും. മലയാളികള് നല്ലവരാണ്. ഒരു അത്യാവശ്യം വന്നാൽ കൂടെ നിൽക്കുന്ന ഉറപ്പുണ്ട്. അതുകൊണ്ട് വിജയിച്ചിരിക്കും. ഏതായാലും അങ്ങനെ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ യാത്ര. ഒരു മലയാളിയുടെ ജീവൻ രക്ഷിക്കാൻ 18 വർഷമായി ജയിലിൽ കഴിയുന്ന, വിദേശ രാജ്യത്ത് ജയിലിൽ കഴിയുന്ന മലയാളിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള യാത്രയാണിത്. 34 കോടി രൂപയാണ് മോചനദ്രവ്യമായി ഈ മരിച്ച കുട്ടിയുടെ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. അതിൽ 30 ലക്ഷം രൂപ ഇതിനകം സമാഹരിച്ചു കഴിഞ്ഞു. ബാക്കി 4 കോടി രൂപ ഇതുവരെ സഹായിച്ചു കഴിഞ്ഞു. 30 കോടി രൂപയ്ക്ക് വേണ്ടിയുള്ള യാത്രയാണ് യാചകയാത്ര എന്ന പേരിൽ ബോബി ചെമ്മണ്ണൂർ നടത്തുന്നത്. തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷന് ബസ് സ്റ്റാൻഡിന് സമീപം തമ്പാനൂരിലാണ് യാത്ര തുടങ്ങിയത്. ആളുകളിൽ നിന്ന് തുടക്കത്തിൽ നല്ല പ്രതികരണം യാത്രയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും ആളുകൾ, ബസ്സിൽ നിന്നുള്ള ആളുകളടക്കം ഈ യാത്രയ്ക്ക് സഹായം നൽകുന്നുണ്ട്. ഈ ഒരു ഉദ്യമത്തിന് സഹായം നൽകുന്നുണ്ട്. ഈ യാത്ര വിജയിക്കുമെന്ന് തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതീക്ഷ.